ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്പൂൺസ് ഓഫ് ഫ്ലേവർ. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ബ്രെഡ് പോക്കറ്റ് സാൻഡ്വിച്ച് അല്ലെങ്കിൽ ബ്രെഡ് പോക്കറ്റ് ഷവർമയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇതൊരു ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിനായിട്ട് നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കണം. അതിന് നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു അരമുറി സവാള കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പിടി ക്യാബേജ്, അരമുറി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം തക്കാളിയാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇത്രയേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം, അതുപോലെ തന്നെ കോണ്, ഇതൊക്കെ ചേർക്കാവുന്നതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ചിക്കനാണ്. ചിക്കൻ ഇതുപോലെ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ചെടുത്തിരിക്കുന്നതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി, അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കുക. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒറിഗാനോ ആണ്. ഇത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക കേട്ടോ. നമുക്കൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് അത് ചേർക്കുന്നത്. ഇനി അതിലേക്ക് ചില്ലി ഫ്ലേക്സ്, അതും ഞാനൊരു സ്വല്പമേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ഒലിവ് ഓയിൽ ചേർക്കണം. അത് ഒരു ടീസ്പൂണോളം ചേർക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് നോർമൽ മയണീസ് ആണ്. അത് നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ കുറേ കൂടെ മയണീസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിന് ഉപ്പും എരിവും ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാം. എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡിൽ മാറ്റി വയ്ക്കാം. ഇനി നമ്മളിതുപോലെ 2 പീസ് ബ്രെഡ് എടുക്കുക. എന്നിട്ട് ഒരു ഗ്ലാസ് വെച്ചോ അല്ലെങ്കിൽ ഒരു റൗണ്ടുള്ള അടപ്പ് വെച്ചോ നമ്മളിതിൻ്റെ സെൻറ്റർ ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുക. നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ സൈഡ് ഇതുപോലെ മാറിക്കിട്ടും. എന്നിട്ട് നമ്മളിങ്ങനെ എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മളത് നല്ലതായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്യണം. അങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കിത് എണ്ണയിലിട്ട് വറുത്ത് കോരാനുള്ളതാണ്. അപ്പം അതിൻ്റെ സൈഡ് ശരിക്കും ഒട്ടിയിരുന്നില്ലെങ്കിൽ എണ്ണ അകത്തോട്ട് കയറിപ്പോവും. കണ്ടോ, ഇതുപോലെ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഞാൻ ഏകദേശം ഒരു 7 എണ്ണം ഇതുപോലെ റെഡിയാക്കുന്നുണ്ട്. നമ്മുടെ ഈ ബാക്കി വന്ന ബ്രെഡ് പീസില്ലേ, അത് കളയണ്ട. നമുക്കിത് ബ്രെഡ് ക്രംസ് ആയിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ്. നമുക്കിനിയും ഇതുപോലൊരു മുട്ട എടുക്കുക. അതിലേക്ക് അല്പം കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുക. നമ്മൾ അല്പം കുരുമുളക് പൊടി ഉപ്പ് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ നമ്മുടെ ബ്രെഡ് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ചെറിയൊരു എരിവ് നമുക്ക് വെളിയിൽ നിന്നും കിട്ടും, ടേസ്റ്റ് കിട്ടും. അതിനുവേണ്ടിയാണ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡില്ലേ, ഇതുപോലെ പിടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് ആദ്യം മുട്ടയിൽ മുക്കി, എന്നിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കുക. ഈ ബ്രെഡ് ക്രംസ് ഞാനിവിടെ നമ്മുടെ ഈ ബ്രെഡ് എല്ലാം ഇങ്ങനെ എടുത്തപ്പം ബാക്കി വന്നില്ലേ, അത് ജസ്റ്റ് ഒരു തവയിലിട്ട് ചൂടാക്കി പൊടിച്ചെടുത്തതാണ്. അപ്പം നമുക്കത് വേസ്റ്റ് ആകുകയില്ല. ബാക്കിയിരിക്കുന്നതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് പിടിച്ചെടുക്കാം. ഇങ്ങനെ ഞാൻ ചെയ്തപ്പോൾ എനിക്കൊരു 7 എണ്ണമാണ് ഞാൻ ഇതുപോലെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം എണ്ണയിലിട്ട് വറുത്തെടുക്കാനുള്ളതാണ്. അതിന് ഞാൻ ഇതുപോലെ ഒരു ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് പീസുകളെല്ലാം ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് നമ്മുടെ തീയില്ലേ ഒരു മീഡിയത്തിൽ വെച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. നമുക്കിതിൻ്റെ പുറത്ത് കളറൊന്ന് മാറി കിട്ടിയാൽ മതി. നമ്മുടെ അകത്ത് ഇതിന് സാധനങ്ങളൊന്നും വേവാനില്ലല്ലോ, അതുകൊണ്ട് പുറം ഭാഗം മാത്രം ഒന്ന് മൊരിച്ചെടുത്താൽ മതി. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് മൊരിച്ചെടുക്കുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം ഇത് എടുക്കുമ്പോൾ സൈഡെല്ലാം ഒട്ടിക്കണം, ഇല്ലെങ്കിൽ ഇതിൽ എണ്ണ കയറും അകത്ത്. നമ്മൾ ഇടുന്ന ബ്രെഡിലൊന്നും ഒട്ടും എണ്ണ പിടിക്കത്തില്ല കേട്ടോ. നമ്മൾ എത്രയും എണ്ണ ഒഴിച്ചോ അത്രയും എണ്ണ തന്നെ നമുക്കിവിടെ ബാലൻസും കിട്ടും. നമ്മുടെ ബ്രെഡ് ഇപ്പോൾ ശരിയായിട്ടുണ്ട്. നമുക്കിനി അത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ബാക്കിയിരുന്ന ബ്രെഡുകളും ഞാൻ ഇതുപോലെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു ബ്രെഡ് പീസ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്യുക.
സെൻറ്ററിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം നമ്മൾ 2 ബ്രെഡല്ലേ കൂട്ടി വെച്ചിരുന്നത് ഫസ്റ്റിലെ, അതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പോക്കറ്റ് പോലെയാണ് ഓപ്പൺ ആവുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബ്രെഡ് പോക്കറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഇല്ലേ, അത് നിറച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രെഡ് പോക്കറ്റ് സാൻഡ്വിച്ച് റെഡി ആയിരിക്കുകയാണ്, അല്ലെങ്കിൽ ബ്രെഡ് പോക്കറ്റ് ഷവർമ. ഇനി നമുക്കിത് മയണൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ മുക്കി കഴിക്കാവുന്നതാണ്. നമുക്ക് ബാക്കിയിരിക്കുന്ന ബ്രെഡുകളും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത് നമ്മളിങ്ങനെ റെഡിയാക്കി ഒരു പ്ലേറ്റിൽ വെച്ചാൽ മതി, പ്ലേറ്റ് കാലിയാവുന്നത് നമ്മൾ അറിയത്തേയില്ല. അതുപോലെ തന്നെ പിള്ളേർക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ പ്രസ് ചെയ്യണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു, ബൈ.